ഹലോ. ഇന്ന് ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ആഫ്റ്റർനൂൺ ആണ്. 12:30 ആയി. ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ കറികളൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് അടുക്കളയിൽ കയറുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് ഇറങ്ങിയതാണ്. 12:30 ആകുമ്പോൾ കറിയൊക്കെ വെക്കാമെന്ന് കരുതി. ചിക്കൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഞാനെല്ലാം അരിഞ്ഞ് പെറുക്കി വെച്ചു. ചിക്കനൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് വെച്ചു. പയർ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചോറ് രാവിലെ വെച്ചു കേട്ടോ. ഇത് മോര് കറിക്കുള്ളതാണ്. തക്കാളി ജസ്റ്റ് ഒന്ന് എണ്ണയിൽ വഴറ്റിയിട്ട് കടുകൊക്കെ ഇട്ട് തക്കാളിയും കൂടി ഇട്ട് കറിവേപ്പില ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ തൈര് ഉണ്ടായിരുന്നു, അത് 2-3 അല്ലി കാന്താരിയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലടിച്ച് ആ തക്കാളിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. ആ പാത്രം അങ്ങ് മാറ്റി വെച്ചു. പയർ നിങ്ങളെല്ലാവരും മെഴുക്ക് വരട്ടിയായിരിക്കും അല്ലേ? നമ്മളിവിടെ തോരനാണ് വയ്ക്കാറ്. പയർ കുറച്ച് വെള്ളം ഒഴിച്ച് ചെറുതായി അരിയും കേട്ടോ. വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിക്കും. എന്നിട്ട് അതിലേക്ക് തേങ്ങ ചിരവിയതും 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് കടുകും ചതച്ച മുളകും കൂടി വറുത്തിടും. ഇതാണ് ഞങ്ങളുടെ പയർ കറി. അപ്പോൾ ഞാൻ മറ്റേ സ്റ്റൗവിൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി, ചിക്കൻ തോരനാണ്, ചിക്കൻ സുക്ക എന്നൊക്കെ പറയില്ല, തേങ്ങയൊക്കെ ഇട്ട്, അതും കൂടി ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ്. കാരണം ഇപ്പം തന്നെ 12:45 കഴിഞ്ഞു. 1:30 ആകുമ്പോഴത്തേക്ക് ഫുഡൊക്കെ റെഡി ആവുന്നുണ്ട്. ചോറ് രാവിലെ വെച്ചതുകൊണ്ട് ആ പണിയില്ല. ഞാനിങ്ങനെയാണ് കേട്ടോ വല്ലപ്പോഴും ചിക്കൻ വെക്കാറ്. ചിക്കൻ കറി വെക്കാറുണ്ട്, തേങ്ങ ഇല്ലാതെ വെക്കാറുണ്ട്, തേങ്ങ ഇട്ട് വെക്കാറുണ്ട്, റോസ്റ്റ് വെക്കാറുണ്ട്. നമ്മളിതൊക്കെ പഠിച്ചിട്ടല്ലല്ലോ ചെയ്യുക അല്ലേ? ഒരു ഫ്ലോയിലങ്ങ് ചെയ്തു പോവുകയാണ്. അതുപോലെ തന്നെ ഞാനും ഓരോ ദിവസം കറി വെക്കുമ്പോഴും ഓരോ ടേസ്റ്റായിരിക്കും അല്ലേ? ഓരോ രീതിയിലായിരിക്കും നമ്മൾ കറി വെക്കാറും. അതിന് ഓരോ ദിവസം ഓരോ ടേസ്റ്റായിരിക്കും. ഇന്ന് ചിക്കൻ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണെന്ന് പറയും. പക്ഷെ അതേപോലെ നാളെ ഒന്ന് വെച്ച് വെക്കും. അപ്പോൾ ചെറിയ ഡിഫറൻസൊക്കെ അതിൽ വരും. കാരണം ഒരേ ഐറ്റംസ് ആയിരിക്കും നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവുക, എന്നാലും ഡിഫറൻസ് വരും. അപ്പോൾ ചിക്കൻ കറി ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വൈകുന്നേരം കുട്ടികളൊക്കെ വന്നിട്ടാകുമ്പോൾ ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് വെച്ച് അതിലും ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. കയ്യോടെ ക്ലീനും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ചിക്കനിലേക്ക് ഇടാൻ വേണ്ടി മല്ലിപ്പൊടി കഴിഞ്ഞു എന്ന് കണ്ടത്. അപ്പോൾ ഞാൻ അതും കൂടി കയ്യോടെ ഒന്ന് പൊടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മല്ലിപ്പൊടി ഒന്നും കടയിൽ നിന്ന് വാങ്ങാറില്ല. ഞാനിങ്ങനെ കഴുകി ഉണക്കി നന്നായി ചൂടാക്കി പൊടിച്ചെടുക്കുകയാണ്. ഒരു 2 ആഴ്ചത്തേക്കുള്ളത് പൊടിച്ച് വയ്ക്കും ഒരു ഗ്ലാസിൻ്റെ കണ്ടെയ്നർ. അത് കഴിയുമ്പോൾ വീണ്ടും അതേപോലെ ഇതാക്കും. അപ്പോൾ ചിക്കനിലേക്ക് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില അതൊക്കെ ഇട്ട് വഴറ്റി തക്കാളിയും കൂടിയിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ആ ചിക്കനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തു. അതൊന്ന് ഏകദേശം വെന്ത് വരുമ്പോൾ തേങ്ങാക്കൊത്തും കൂടി ആഡ് ചെയ്തതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ മുഴുവനായി കാണിക്കുന്നൊന്നുമില്ല, സ്പീഡിലങ്ങ് ഓടിച്ചു പോവുകയാണ്. അപ്പം ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ജസ്റ്റ് ഒന്ന് പാനിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കും കേട്ടോ. ആ ഒരു പച്ചമണം മാറാനാണ്. അപ്പം മല്ലിപ്പൊടി ഓൾറെഡി നമ്മൾ ഇപ്പോഴാണല്ലോ വറുത്ത് പൊടിക്കുന്നത്. അപ്പം അത് കൂടുതലായി ചൂടാണ്ട ആവശ്യമൊന്നുമില്ല. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് അതിലേക്ക് ഒരു അളവ് വേണമല്ലോ നമുക്ക്, അപ്പോൾ അതുപോലെ ഞാൻ ഇടുകയാണ്. ഇപ്പം ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. വേറെ ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. നല്ല കളറ് വന്നത് എൻ്റെ കാശ്മീരി മുളകിന് നല്ല കളറാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ആ മുളക് പൊടി വേവാനുള്ള വെള്ളം മാത്രം മതി, കൂടുതലായൊന്നും വേണ്ട. അതും കൂടി ആഡ് ചെയ്ത് അതൊന്ന് വറ്റാനായി മാറ്റി വയ്ക്കുക. അപ്പം ഞാൻ ക്ലീൻ ചെയ്യാനുള്ള പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാണ്. അതേപോലെ കിച്ചൺ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ കുറേ പണിയാവും. അപ്പോഴത്തേക്ക് ചിക്കൻ്റെ വെള്ളമൊക്കെ നന്നായി വറ്റി റെഡിയായി. അതിലേക്ക് ലാസ്റ്റ് തേങ്ങ ചിരവിയതും കൂടി ആഡ് ചെയ്തു. അതൊന്നും കാണിക്കാൻ പറ്റിയില്ല. ലാസ്റ്റ് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചിക്കനൊക്കെ റെഡിയായി കേട്ടോ. 1:45 ഒക്കെ കഴിയുമ്പോൾ ഇപ്പോൾ ചോറും മോരുകറിയും പയറുപ്പേരിയും അച്ചാറും ചിക്കൻ സുക്കയൊക്കെ കൂടി കഴിക്കാം. ബൈ.